നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി എന്ന് പറയുന്നത് ഈ ഭക്ഷണം ഓർഡർ ചെയ്ത് വീടുകളിലേക്ക് കൊണ്ടുവരികയാണല്ലോ. ഇപ്പോൾ പലതരത്തിലുള്ള തൊഴിലാളികൾ, ഇപ്പോൾ കമ്പനികളുണ്ട്, ഇപ്പോൾ സ്വിഗ്ഗിയുണ്ട്, സൊമാറ്റോയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അവരുടെ തൊഴിലാളികളാണ് ഇപ്പോൾ ഓർഡർ ചെയ്ത ഭക്ഷണവുമായി വീടുകളിലേക്ക് എത്തുന്നത്. അതിപ്പോൾ നഗരജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അത് കൊണ്ടുവരുന്ന തൊഴിലാളികളെക്കുറിച്ചോ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാൽ അത് വളരെ കഷ്ടമാണ് ആ മനുഷ്യരുടെ അവസ്ഥയെന്ന് പറയുന്നത്. ജീവനും ജീവിതത്തിനും ഒരു സുരക്ഷയുമില്ലാതെ സംസ്ഥാനത്തെ ഓൺലൈൻ ഫുഡ് ഡെലിവറി തൊഴിലാളികളുടെ ദുരിതപ്പാച്ചിൽ. അപകട മരണങ്ങൾ തുടർക്കഥയാകുന്ന മേഖലയിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഇൻഷുറൻസ് തുക നൽകാൻ കമ്പനികൾ തയ്യാറാകുന്നുമില്ല. ഒരു ദിവസത്തിൻ്റെ 1/3 സമയവും ടാർഗറ്റ് തികയ്ക്കാൻ ഓടുന്ന തൊഴിലാളികൾക്കിടയിൽ അവശതയും ഉറക്കമില്ലായ്മയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടമാണ്. വിശന്നിരിക്കുമ്പോൾ ചൂടാറാതെ ഭക്ഷണം വീട്ടുവാതിൽക്കൽ എത്തിക്കുന്നവന്റെ ഒട്ടും രുചിയില്ലാത്ത ആ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളവർ കുറവായിരിക്കും. ജീവിതം പോട്ടെ, ജീവൻ പോലും സുരക്ഷിതമാക്കാൻ കഴിയാതെയാണ് തൊഴിലാളികളിൽ പലരുടെയും ജോലി എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് റോഡപകടങ്ങളും അപകട മരണങ്ങളും കുറഞ്ഞു വരികയാണ്. എന്നാൽ സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി തൊഴിലാളികൾക്കിടയിലെ വാഹനാപകടങ്ങളിലും മരണത്തിലും വൻ വർധനവാണുള്ളത്. 2024 മാത്രം 200-ലേറെ അപകടങ്ങളും 11 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നതിന് തൊഴിലാളികളുടെ മറുപടി ഇങ്ങനെ: നമ്മൾ സമയത്തിന് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സാണ് നമ്മളെ ഫയർ ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മുടെ റേറ്റിംഗ് കുറയും. റേറ്റിംഗ് കുറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫുഡിൻ്റെ ഓർഡറുകൾ കുറയും. അതുകൊണ്ടാണ് എല്ലാവരും ഈ കഷ്ടപ്പെട്ട് കിടന്ന് ഓടുന്നത്. 750 രൂപയുടെ ഓർഡർ എടുത്താൽ 325 രൂപയാണ് ഓർഡർ കിട്ടുന്നത്. അതും ഇതിനകത്ത് പെടുന്നതാണ്. അതായത് 750 രൂപ കിട്ടാനായിട്ട് രാവും പകലും കിടന്ന് ഓടണം. ഇത് കൂടുന്നതെന്ന് പറഞ്ഞാൽ വെറും 6 രൂപയ്ക്കൊക്കെയാണ് 325 രൂപ പോകുന്നത്. കാരണം 6 രൂപയും കൂടെ കിട്ടിയാലേ 325 കിട്ടുള്ളൂ. ആ 6 രൂപയ്ക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്താൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു ഓർഡർ കിട്ടത്തുള്ളൂ. അപകട മരണങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്വിഗ്ഗി അടക്കമുള്ള കമ്പനികൾ. എന്നാൽ എല്ലാ രേഖകളും ഹാജരാക്കിയാലും തുക നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെന്ന് CITU-വിന് കീഴിലുള്ള ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീർ ആസാദ് പറയുന്നു. 2024 മാത്രം ഏകദേശം 11 പേര് 11+ ആൾക്കാരാണ് ഇവിടെ ആക്സിഡൻറ്റിൽ ഡെത്തായത്. അതുപോലെ തന്നെ 204 പേര് ആക്സിഡൻറ്റ് പറ്റും ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ പറ്റി കിടക്കുന്നുമുണ്ട്. ഡാറ്റാസ് കംപ്ലീറ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് തന്നെ ഒരു ഇൻഷുറൻസ് തുക പരിരക്ഷ അവർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ മാനേജ്മെൻറ്റുകൾ ഉണ്ടാക്കാറില്ല. ഡെത്ത് ആയി കഴിഞ്ഞിട്ടും 1.5 വർഷം കഴിഞ്ഞിട്ട് പോലും കിട്ടാത്ത സാഹചര്യങ്ങളാണുള്ളത്. 1250 രൂപ എന്നുള്ള ടാർഗറ്റ് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ 10-15 മണിക്കൂറൊക്കെ ആയി പോകാറുണ്ട്. അപ്പം ഇത് കാരണം ഉറക്കം ഒരു പ്രശ്നമാവുന്നത് കൊണ്ടും ഈ ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. ട്രേഡ് യൂണിയൻ ഇടപെട്ടാണ് പലർക്കും നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ തടയുകയും സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുകയുമാണ് മാനേജ്മെന്റ്. പ്രതിദിനം 15-16 മണിക്കൂർ ജോലി ചെയ്തിട്ടും തൊഴിലാളികളായി പോലും തങ്ങളെ പരിഗണിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഭക്ഷണം സമയത്തെത്തിക്കാനും ടാർഗറ്റ് തികയ്ക്കാനുമുള്ള മരണപ്പാച്ചിലാണ്. ഈ മരണപ്പാച്ചിലിനിടയിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും 10 ലക്ഷം രൂപ വരെ അപകട മരണ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ അവ കൊടുക്കാതിരിക്കാനാണ് കമ്പനികൾ ശ്രമിക്കുന്നതെന്നാണ് തൊഴിലാളികളുടെ വ്യാപകമായ പരാതി. തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.